ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ALPക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻട്രിയിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ALP എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് ആയിട്ട് ഏത് ബുക്കാണ് കയ്യിൽ കരുതേണ്ടത്, ഏത് ബുക്സ് വെച്ച് റെഫർ ചെയ്ത് പഠിച്ചാലാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നതിൻ്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ ചില ബുക്സുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇതൊരു ബുക്കിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേ ബുക്ക് തന്നെ വാങ്ങാവൂ എന്നൊന്നും ഞാൻ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഫോഴ്സ്ഫുള്ളി അങ്ങനെ പറയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ല ബുക്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മാത്രം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വേറെ ഏതെങ്കിലും ബുക്സുകൾ ഉണ്ടെങ്കിൽ, ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ RRBക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ബുക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് പോകണം എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബുക്സ് ഉള്ളത് ആ ബുക്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതൊരു ബുക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിലും ആ ബുക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്കിൻ്റെ മുഴുവൻ പേജസും എന്ത് ചെയ്യണം, ഒരു 2 പ്രാവശ്യമെങ്കിലും കവർ ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ബുക്ക്, ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ 4 ബുക്ക് വാങ്ങുന്നു, ഒരു ബുക്കിൽ കുറച്ച് നോക്കുന്നു, രണ്ടാമത്തിൽ കുറച്ച് നോക്കുന്നു, മൂന്നാമത്തിൽ കുറച്ച് നോക്കുന്നു, അതിൽ കാര്യമില്ല. നിങ്ങൾ ഒരു ബുക്കിൽ ആ ബുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, മറ്റൊരു ബുക്കിലേക്ക് നിങ്ങൾ പോയാൽ മതി. സോ ആ രീതിയിൽ വേണം നിങ്ങൾ ബുക്സിനെ റെഫർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാൻ. സോ ഞാൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലുള്ള സജഷനിലേക്ക് നമുക്ക് പോകാം. മാത്തമാറ്റിക്സിൽ ഞാൻ പ്രധാനമായിട്ടും 3 ബുക്സുകളാണ് റെഫർ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്. കിരൺ പബ്ലിക്കേഷനും അതേപോലെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസും അതേപോലെ തന്നെ RS അഗർവാളിൻ്റെ ബുക്കുമാണ്. ഈ RS അഗർവാളിൻ്റെ ബുക്ക് നിങ്ങൾക്കറിയാം, അത് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ടിങ് മുതലേ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്താ പറയുക, അതിലൊരു കിങ് ആണ് ഈ RS അഗർവാൾ. അതൊരു പക്ഷേ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബുക്സ് ആയിരിക്കും. പക്ഷേ അത് കൂടുതലായിട്ടും CGL എക്സാമിന് വേണ്ടിയിട്ടും CAT എക്സാമിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ അത് റെഫർ ചെയ്യാറുള്ളത്. ഡെഫിനറ്റ്ലി മാത്സിന് നല്ലൊരു ബുക്ക് തന്നെയാട്ടോ RS അഗർവാൾ. പക്ഷേ നമ്മൾ RRBക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 2 ബുക്സുകളാണ് ഈ കിരൺ പബ്ലിക്കേഷൻസിൻ്റെതും യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെതും. ഈ കിരൺസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതെങ്ങനെയാണ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 1997 മുതൽ 2019 വരെ നടന്ന എക്സാംസുകളുടെ വരുന്നുണ്ട്. അതേപോലെ ഇതിലും പ്രീവിയസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ALP എക്സാമിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ALP ടെക്നീഷ്യൻ അങ്ങനെ ഗ്രൂപ്പ് D NTPC അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ, RRB JEE എക്സാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നോൺ ടെക്നിക്കൽ ബുക്സ് ആണ്. സോ മാത്സിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ 2 ബുക്കാണ് കിരൺസ് പബ്ലിക്കേഷൻസിൻ്റെതും യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെയും ബുക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാത്സിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. RS അഗർവാളിൻ്റെ ബുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബുക്കാണ്, പക്ഷേ കുറച്ചധികം ഡെപ്ത് ഉണ്ടാവും അതിന്. കാരണം അത് എക്സ്ക്ലൂസീവായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് RS അഗർവാളിൻ്റെത് ഈ CGL എക്സാമിനും അതേപോലെയുള്ള CAT എക്സാമിനൊക്കെയാണ് ആളുകൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നല്ല ഡെപ്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് പോവുക. RRB JEE ഓർ ALP എക്സ്ക്ലൂസീവ്ലി പഠിക്കുകയാണെങ്കിൽ ഈ ബുക്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറയാണ്, ഇത് ഒരിക്കലും എന്തല്ല, ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഈ ബുക്ക് തന്നെ വാങ്ങണമെന്നോ അല്ല, സജഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന പുസ്തകങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത റീസണിങ്ങിൻ്റെതാണ്. റീസണിങ്ങിൽ ഞാൻ ഇവിടെ കിരൺസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് തന്നെയാണ്, അവിടെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ബുക്കും ഉണ്ട് കേട്ടോ. അതേപോലെ RS അഗർവാൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും റീസണിങ്ങിലും എന്താണ് ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ഓതറാണ്. കിരൺസ് പബ്ലിക്കേഷൻസിൻ്റെ റീസണിങ് ബുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാവുന്ന മറ്റൊരു ബുക്കാണ്. ഇനി ജനറൽ സയൻസിന് വേണ്ടിയിട്ട് ഞാൻ 2 ബുക്സാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ല്യൂസൻസ് പബ്ലിക്കേഷൻസിൻ്റെ ജനറൽ സയൻസും അതേപോലെ തന്നെ അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ല്യൂസൻസ് പബ്ലിക്കേഷനും അതേപോലെ തന്നെ അരിഹന്ത് പബ്ലിക്കേഷനും ഞാനിവിടെ ജനറൽ സയൻസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇതിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ല്യൂസൻ പബ്ലിക്കേഷൻസും അതേപോലെ തന്നെ അരിഹന്തും തന്നെയാണ് കേട്ടോ. ഈ 2 പബ്ലിക്കേഷൻസ് തന്നെയാണ്. അതേപോലെ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് പഠിക്കാൻ ശ്രമിക്കുക, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്, കാരണം ഈ എക്സാം നടക്കുന്ന സമയത്ത് ലാസ്റ്റ് നടന്ന ഒരു 6 മന്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോകണം. കാരണം എക്സാം വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങൾ എക്സാമിലേക്ക് വന്നേക്കാം. സോ അത് ബുക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. സോ ഡെയിലി ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. നെക്സ്റ്റ് ഒരു 1 ഇയറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അത് എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ല്യൂസൻ പബ്ലിക്കേഷൻസിൻ്റെയും അരിഹന്തിൻ്റെയും പബ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. അതേപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ
ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കേരളത്തിലെ ഒരു ബുക്കാണ് മലയാള മനോരമയുടെ ഇയർ ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും അല്ലേ, മനോരമ ഇയർ ബുക്കൊക്കെ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഏറ്റവും നല്ല സജഷൻ എന്ന് പറയുന്നത് ല്യൂസൻ പബ്ലിക്കേഷൻസോ അരിഹന്തോ തന്നെയാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ടത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനോരമ ഇയർ ബുക്കിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ ഡെയിലി ന്യൂസ് പേപ്പർ അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സജഷൻ എന്ന് പറയുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് ടയർ 2 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാം ടയർ 2-ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് സയൻസ് ആണ് എന്ത് വരുന്നത്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് വരുന്നത്. അവിടെ ഞാൻ 2 ബുക്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ദിശ പബ്ലിക്കേഷൻസിൻ്റെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സെക്കൻഡ് ടയറിന് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ റെഫർ ചെയ്യാവുന്ന ബുക്സ് തന്നെയാണ്. ഇനി സൈക്കോമെട്രിക് ടെസ്റ്റിന് ശരിക്കും സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ ബുക്കൊന്നും ഇപ്പോഴേ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. എന്നാൽ സൈക്കോമെട്രിക് ടെസ്റ്റിനെ കുറിച്ച് ഒരു പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോമെട്രിക് ടെസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സാണ് ഉപ്കർ പബ്ലിക്കേഷൻസിൻ്റെ ബുക്സാണ്. ഉപ്കർ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് നിങ്ങൾക്ക് സൈക്കോമെട്രിക് ടെസ്റ്റിന്. അതിൽ ഒരുപാട് ടെസ്റ്റ് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ബുക്സുകളൊക്കെ എന്താണ് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ഏറ്റവും നല്ല എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയാൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാൾ, ഇപ്പോൾ ഓരോ ജില്ലയിലും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ കാലിക്കറ്റുള്ള ഒരാളാണ്. അപ്പോൾ കാലിക്കറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് സ്റ്റേഡിയം ജംഗ്ഷൻ്റെ നമ്മൾ കാലിക്കറ്റ് സ്റ്റേഡിയത്തിലല്ലേ, അപ്പോൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ബുക്ക് സ്റ്റാളുകളുണ്ട്. അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം ബുക്സുകളൊക്കെ അവൈലബിൾ ആവാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ജില്ലകളിൽ എന്താണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും അല്ലെ, ബുക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ ഇത്രയാണ് ബുക്സിൻ്റെ സജഷൻസ് ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇറ്റ്സ് എൻ PYQ ബുക്സ് ആയിട്ട്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സ് ആയിട്ട്. അതും ഞാനിവിടെ 2 ബുക്സ് പ്രധാനപ്പെട്ട ഈ ഒരു RRB ALPയുടെ കിരൺസ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് തന്നെയാണ്. അത് RRBയുടെ സ്റ്റേജ് 1 സ്റ്റേജ് 2ൻ്റെ ബുക്കും ഉണ്ട്. അതേപോലെ റീസണിങ്ങിനും മാത്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടയർ ഒരുമിച്ചുള്ള PYQ ബുക്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ പ്രീവിയസ് ഇയർ ബുക്സുകൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ബുക്സുകൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബുക്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്തൊരു ബുക്കിൻ്റെ ട്രേഡ് നിന്നത് ഏത് ബുക്കാണെന്നുള്ളത്. അത് ഒരുപാട് ട്രേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ട്രേഡ് നമുക്ക് പാർട്ട് B ആയിട്ട് പഠിക്കാനുണ്ട്. സോ ആ ബുക്ക് ഞാൻ ഇപ്പോൾ റെഫർ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ ബുക്ക് നമുക്ക് ഓരോ ട്രേഡിനും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അതത് ഫാക്കൽറ്റീസിനെ കൊണ്ട് നമുക്കത് ചെയ്യണം. ഇലക്ട്രിക്കലിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ട്രേഡ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇലക്ട്രിക്കലിന് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മെക്കാനിക്കൽ വേണമെങ്കിൽ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യാം, വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ എനിവേ ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ ഇത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസോട് കൂടി പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആവുക. അതായത് ഈ എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളുടെ മെൻറ്റർഷിപ്പും മികച്ച ക്ലാസ്സുകളും നല്ല ബുക്സും എല്ലാം കൂടി ചേരുന്ന സമയത്താണ്, അതേപോലെ മികച്ച ഓൺലൈൻ ടെസ്റ്റ് സീരീസും പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഈ കോഴ്സ് എന്താവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. സോ ആ ഒരു കംപ്ലീറ്റഡ് കോഴ്സസിലൂടെ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRBയുടെ ALP എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം നിങ്ങളെ കൊണ്ട്, അതായത് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മതിയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ 300 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ലെക്ചേഴ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ സയൻസ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, ഈ ടോപ്പിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രേഡ്, എല്ലാ ട്രേഡും ഇല്ല, പ്രധാനപ്പെട്ട ബ്രാഞ്ചസിലുള്ള ട്രേഡുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ആയിട്ട് ലഭിക്കും. സോ അത് കൂടാതെ തന്നെയാണ് ഞാൻ ഈ ട്രേഡ് വീഡിയോ കൂടാതെയാണ് 300 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അല്ല കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഓരോ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അതേപോലെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സ് മെൻറ്റർ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം ഓൾറെഡി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തത് കൊണ്ടും ഇവിടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തത് കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും നിങ്ങളുമായിട്ട്
ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതേപോലെ തന്നെ റിവിഷൻ സീരീസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ കൃത്യമായിട്ടുള്ള സെഷൻസിൽ മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ എക്സാമിന് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുക എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ് അല്ലേ. സോ ആ സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ പഠനം കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ ഇത് നേടുന്നത് വരെയുള്ള ആ ഒരു വിജയ ഫോർമുല നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ALP കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അപ്ലിക്കേഷൻ ഡേറ്റും സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയം ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. നല്ല വിജയത്തിനായി നേരത്തെ പഠിച്ചു തുടങ്ങണം. ഏറ്റവും നല്ല വിജയത്തിനായി എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാം. താങ്ക്